നമസ്കാരം. ഞാൻ ഡോക്ടർ PL അനിൽകുമാർ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ്. ചോദ്യം ഇതാണ്: ആരോഗ്യമേഖലയിലെ ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഏതാണ്? എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു അത്തരത്തിലുള്ള ഒരു കോഴ്സിൻ്റെ പേരാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സ്, അഥവാ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി കോഴ്സ്. എന്താണ് ഈ കോഴ്സ് എന്നല്ലേ പറയാം. നിങ്ങൾക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും ആശുപത്രികളുമായി ബന്ധപ്പെടുമ്പോൾ സാധാരണ എല്ലാവരും പറയുന്നൊരു വാക്കാണ് സ്കാനിങ്. സ്കാൻ ചെയ്യാൻ പോയി, സ്കാനിങ് റിസൾട്ട് വരട്ടെ, സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ ഇന്നതാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ. ഈ പറഞ്ഞതിനകത്തുണ്ട് ഈ കോഴ്സ് എന്താണെന്ന്. നമുക്കറിയാം, ഒരു ഡോക്ടറെ അടുത്ത് വരുന്ന ഒരു രോഗി, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ രോഗം എന്താണെന്ന് ഡോക്ടർക്ക് നിർണ്ണയിക്കണമെങ്കിൽ സ്വാഭാവികമായും പലതരം പരിശോധനകൾ നടത്തേണ്ടി വരും. അതിലൊന്നാണ് സ്കാനിങ്. ഇത്തരത്തിലുള്ള സ്കാനിങ് നടത്തുന്നതിന് വൈദഗ്ധ്യമുള്ള ആളുകളെ ആവശ്യമുണ്ട്. എന്താണ് സ്കാനിങ് എന്നല്ലേ? മനുഷ്യ ശരീരത്തിലെ ആന്തരികമായ അവയവങ്ങളെ മെഷീനുകളിലൂടെ കടത്തിവിട്ട് ആ ആന്തരിക അവയവങ്ങളുടെ ഇമേജുകൾ സൃഷ്ടിച്ചെടുക്കലാണ് സ്കാനിങ് എന്ന പ്രക്രിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും MRI സ്കാൻ, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ എന്നൊക്കെ. ഇതെല്ലാം പ്രത്യേക മെഷീനുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം സ്കാനിങ്ങുകൾ നടത്തുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എക്സ്റേ എന്ന്. ഈ എക്സ്റേ പ്രവർത്തിപ്പിക്കുന്നതിനും പ്രത്യേക വൈദഗ്ധ്യം വേണം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒടിവുകൾ, ചതവുകൾ എന്നിവയെല്ലാം വിദഗ്ധന്മാരായ ഡോക്ടർമാർ മനസ്സിലാക്കുന്നത് ഇത്തരം എക്സ്റേയിലൂടെയും സ്കാനിങ്ങുകളിലൂടെയുമാണ്. ഇത്തരത്തിലുള്ള സ്കാനിങ്ങുകൾ നടത്തിക്കൊണ്ടാണ് രോഗനിർണയം നടത്തുന്നതും ചികിത്സ നടത്തുന്നതും. ഇതാണ് ഇമാജിംഗ് ടെക്നോളജിയുടെ പിന്നിലുള്ള വസ്തുത. അപ്പോൾ പരിശീലനമില്ലാത്ത, വൈദഗ്ധ്യമില്ലാത്ത ഒരാൾക്കൊരിക്കലും ഇത്തരത്തിൽ ഈ മെഷീനുകൾ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഉള്ള മെഷീനുകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം നേടലാണ് ഇമേജിംഗ് ടെക്നോളജി കോഴ്സിലൂടെ നേടുന്നത്. എങ്കിൽ ഏതൊക്കെയെന്നല്ലേ കോഴ്സ്? ഇതിന് 2 തരം കോഴ്സുകളുണ്ട്. 4 വർഷത്തെ ബിരുദ കോഴ്സ് BSc ഇമേജിംഗ് ടെക്നോളജി, അഥവാ ഇതിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടും BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, BSc MRT. ഈ 2 പേരുകളും സൂചിപ്പിക്കുന്നത് ഒരേ പഠനശാഖയാണ്. ഇനി ഈ കോഴ്സ് പഠിക്കാൻ എന്താണല്ലേ യോഗ്യത? +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി 50% മാർക്കാണ് ഈ കോഴ്സ് പഠിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ. എന്നാൽ ഈ 50%കാർക്ക് ഈ കോഴ്സ് പഠിക്കാൻ അവസരം കിട്ടുമോ എന്ന ചോദ്യം പ്രസക്തമാണ്, പ്രയാസമാണ് കേരളത്തിലെ സാഹചര്യത്തിൽ. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ നമ്മൾ മറ്റ് ചില സംസ്ഥാനങ്ങളിലെ മറ്റ് ചില സ്ഥാപനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. ഇനി ഈ കോഴ്സ് ഡിപ്ലോമയായും ചെയ്യാം. ഡിപ്ലോമ കോഴ്സിന്റെ കാലാവധി 3 വർഷമാണ്. കേരളത്തിനും കേരളത്തിന്റെ പുറത്തുമുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇത്തരം കോഴ്സുകൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഏറ്റവും അധികം ടെക്നിക്കൽ സ്കില്ല് നേടേണ്ട ഒരു കോഴ്സാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ കിട്ടാൻ സാധ്യതയുള്ള, നമ്മുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ ഈ കോഴ്സ് പഠിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് നാം ഓർക്കേണ്ട ഒരു വസ്തുത. എങ്കിൽ അത്തരത്തിലുള്ള കോളേജുകൾ ഏതാണെന്നും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എവിടെയാണെന്നും അതിന്റെ ഫീസ് എന്താണെന്നും ഒക്കെ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യത്തിനായി നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം തേടാവുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ചിലരെങ്കിലും സംശയിക്കും, സർ ഈ റേഡിയോളജി
എക്സ്റേ, സ്കാനിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്ന് നിങ്ങൾ ഭയക്കേണ്ടതില്ല. അത്തരത്തിലുള്ളൊരു സാധ്യതയും ഇക്കാര്യത്തിലില്ല. കാരണം എക്സ്റേ ടെക്നീഷ്യനാണെങ്കിലും CT സ്കാൻ ഉപയോഗിക്കുന്ന ടെക്നീഷ്യനാണെങ്കിലും MRI സ്കാൻ ഉപയോഗിക്കുന്ന ടെക്നീഷ്യനാണെങ്കിലും ഒക്കെ തന്നെ അവിടെയെല്ലാം ഇത്തരം റേഡിയേഷൻസ് ഏൽക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ജോലികളിൽ നമ്മൾ ഏർപ്പെടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖല അത്തരത്തിൽ നമുക്ക് സുരക്ഷിതമാണെന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. മാത്രമല്ല ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഹൈലി ഡിമാൻഡ് ഉള്ള കോഴ്സാണ്. കേരളത്തിൽ 95% മാർക്കിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഈ ഇമേജിംഗ് ടെക്നോളജി കോഴ്സ്, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി കോഴ്സിൽ തീർച്ചയായും ചേർന്ന് പഠിക്കാം. നിങ്ങൾക്ക് ഒരു നല്ല ഭാവി ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ഉറപ്പാക്കുകയും ചെയ്യാം. താങ്ക് യു.